നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ 3 മാസത്തെ പ്രഗ്നൻസിയിൽ അമ്മ എപ്പോഴും അടിവയറ് വേദന ആയിട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, അത് പ്രശ്നമുണ്ടാക്കുന്നതാണോ, എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, ആദ്യത്തെ 12 ആഴ്ച ചിലപ്പോൾ പേഷ്യൻറ്റിന് നമ്മളുടെ അടുത്ത് വരാറുണ്ട് അടിവയറ് വേദന, ഒരു ക്രാമ്പ് ലൈക്ക് പെയിൻ, എപ്പോഴും ഒരു പീരീഡ് വരുന്ന പോലത്തെ ഒരു വേദന, അതാണ് സാധാരണ പേഷ്യൻസ് പറയാറുള്ളത്. യൂഷ്വലി ഈ ക്രാമ്പിങ് പെയിൻ പ്രഗ്നൻസിയിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നതല്ല. നമുക്കറിയാം, ഒരു ഫിസ്റ്റ് ഇത്രയും മാത്രമുള്ള ഒരു യൂട്രസ്, ഇതൊരു ഫിസ്റ്റിൻ്റെ സൈസാണ് യൂട്രസിന് നമ്മൾ പറയും നോൺ പ്രഗ്നൻറ്റ് പീരീഡിൽ. ആ യൂട്രസ് സ്ട്രെച്ച് ചെയ്ത് വലുതായി വരുന്ന സമയത്ത് ഒരു പെയിൻ യൂട്രസിലുണ്ടാകും. അതാണ് ഈ ക്രാംസ് സാധാരണ ഉണ്ടാകുന്നത്. പക്ഷേ ഈ പെയിൻ സാധാരണ തന്നെ അങ്ങ് സബ്സൈഡ് ചെയ്യും, അത് സിവിയറിറ്റി കുറഞ്ഞു വരികയുള്ളൂ. അപ്പോൾ പക്ഷേ പേഴ്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പെയിൻ, അതിൻ്റെ സിവിയറിറ്റി കൂടുകയാണ്, അസോസിയേറ്റഡ് ആയിട്ട് ബ്ലീഡിങ് അല്ലെങ്കിൽ പെയിൻ കൂടുതലാവുകയൊക്കെ ഉള്ള കണ്ടീഷൻ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കണം. അതുപോലെ തന്നെ ഈ വേദനയുടെ കൂടെ പനി, വിറയൽ, കുളിര് അങ്ങനെയൊക്കെ ഇരുന്ന സമയത്തും ശ്രദ്ധിക്കണം. കാരണം ഈ പെയിൻ ഉണ്ടാകുന്നത് പ്രഗ്നൻസി റിലേറ്റഡ് കോസസ് ആകാം, പ്രഗ്നൻസിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാരണങ്ങൾ കൊണ്ടും വേദനയുണ്ടാകാം. പ്രഗ്നൻസി റിലേറ്റഡ് കോസസിൽ നമ്മൾ പ്രത്യേകിച്ച് പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ട കോസസ് സാധാരണ ട്യൂബൽ പ്രഗ്നൻസി എപ്പോഴും നമ്മൾ ഈ പെയിൻ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ആയിട്ട് പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്യൂബിലല്ല പ്രഗ്നൻസി എന്ന്. അത് നമുക്കൊരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. യൂട്രസിനകത്ത് പ്രഗ്നൻസി കാണുകയാണെങ്കിൽ യൂഷ്വലി അത് കുഴപ്പമില്ല. വളരെ അപൂർവമായിട്ട് അകത്തും പുറത്തുമായിട്ട്, പ്രത്യേകിച്ച് IVF പോലെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നവരിലുണ്ടാകാം. എന്നാലും സാധാരണഗതിയിൽ യൂട്രസിനകത്ത് പ്രഗ്നൻസി കാണുകയും പ്രത്യേകിച്ച് പുറത്ത് ഓവറീസൊക്കെ നോർമലായിട്ടാണ്, ട്യൂബ്സിൽ യാതൊരു കുഴപ്പവുമില്ല, വേറെ മാസമൊന്നും കാണുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു നോർമൽ ഇൻട്രയൂട്രീൻ പ്രഗ്നൻസിയാണ്. അപ്പോൾ ഒരു വേദന എന്ന് കണ്ടാൽ നമ്മളധികം ഭയക്കേണ്ട കാര്യമില്ല. അതിനാലാണ് പെയിനോ ബ്ലീഡിങ്ങോ ഒക്കെ ആകുമ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നമ്മൾ നോക്കാറുള്ളത്. അതുപോലെ തന്നെ മിസ്കാരേജാണ് വേറൊരു പ്രോബ്ലം, അതായത് അബോർഷൻ. കണ്ടിന്യൂസ് പെയിൻ വരിക, അതിൻ്റെ കൂടെ ബ്ലീഡിംഗ് ഒക്കെ ആകുമ്പോൾ ഈ പ്രഗ്നൻസി സാധാരണയായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടോ അതോ അത് മിസ്കാരീഡായി പോകുകയാണോ എന്ന് അനലൈസ് ചെയ്യാനും ഈ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ beta-HCGയുടെ വാല്യൂ, ആ ബ്ലഡ് ടെസ്റ്റ് മോണിറ്റർ ചെയ്തോ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഈ പ്രഗ്നൻസിയിൽ നമുക്ക് വേദന വരാവുന്നത് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉള്ളവർക്ക് ഫൈബ്രോയിഡിൻ്റേതായ ചേഞ്ച് കൊണ്ടുവരാം. അതുപോലെ ഓവറിയിൽ വല്ല സിസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വലിയ സിസ്റ്റുകളൊക്കെ ഓവറിയിൽ ഉള്ളവരാണ്, അത് ഇന്നസെൻറ്റ് സിസ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ അതിന് ഈ ടോർഷൻ, അത് ട്വിസ്റ്റ് ചെയ്തിട്ട് സിവിയർ പെയിൻ ഉണ്ടാകാം. പക്ഷെ അങ്ങനെ വന്നാൽ അതൊരു എമർജൻസിയാണ്, ഒരു സർജിക്കൽ എമർജൻസി ആവുന്ന കണ്ടീഷനാണ്. ഈ ഓവറിയൻ സിസ്റ്റിൻ്റെ ടോർഷനൊക്കെ വന്നാൽ നമുക്ക് സർജറിയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ഈ അബ്ഡോമിനൽ പെയിൻ ആൻഡ് യൂട്രസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോസ്. അപൂർവമായിട്ട് ഇൻഫെക്ഷൻസും വരാം, ചില യൂട്രസിൻ്റെ ചുറ്റുമുള്ള ഇൻഫെക്ഷൻസ് കൊണ്ടും വേദന വരാം. പിന്നെ ഈ പ്രഗ്നൻസി റിലേറ്റഡ് അല്ലാത്ത കോസസ്, അതായത് ചിലർക്ക് ഗ്യാസ്ട്രൈറ്റിസ്, പ്രത്യേകിച്ച് പ്രഗ്നൻസി ഹോർമോൺസിൻ്റെ ചേഞ്ച് കൊണ്ട് ഈ കുടലിനൊക്കെ കൂടുതൽ റിലാക്സേഷൻ വന്ന്, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ പ്രോബ്ലം വരിക, കൂടുതൽ ഗ്യാസ് കെട്ടി നിന്നിട്ടുള്ള പ്രോബ്ലം, ഇതുകൊണ്ടൊക്കെ വേദന, അടിവയറിനുമായിട്ടും വേദനയായിട്ടും അത് പ്രസൻറ്റ് ചെയ്യാം. പിന്നെ ചിലർക്ക് ചില കിഡ്നി സ്റ്റോണ്, സിവിയർ പെയിൻ, നമുക്ക് കിഡ്നി സ്റ്റോണിൻ്റെ ടിപ്പിക്കൽ പെയിൻ വരാം. അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമ്മൾ പറഞ്ഞു. അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുമ്പോൾ സാധാരണ ഏർലി പ്രഗ്നൻസിയിലും അപ്പൻഡിക്സിൻ്റെ ലൊക്കേഷൻ സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെ റൈറ്റ് സൈഡിൽ വയറിൻ്റെ താഴ്ഭാഗത്താണ് ഈ അപ്പൻഡിക്സ് കൊണ്ടുള്ള വേദന. പിന്നെ നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പ്രഗ്നൻസിയിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. എസിംറ്റമാറ്റിക് ബൈറ്റിയൂറിയ എന്നൊരു കണ്ടീഷനുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ പ്രഗ്നൻസിയിൽ വേദന വന്നാൽ പ്രഗ്നൻസി കൊണ്ടുള്ള കാര്യങ്ങളാകാം, പ്രഗ്നൻസി ആയിട്ട് യാതൊരു റിലേഷൻ ഇല്ലാത്ത കാര്യങ്ങളുമാകാം. അപ്പോൾ എമർജൻസി ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു അൾട്രാസൗണ്ട് വഴിയും ബ്ലഡ് ടെസ്റ്റ് വഴിയും യൂറിൻ ടെസ്റ്റ് വഴിയും ഒക്കെ ഡോക്ടർക്ക് മനസ്സിലായിട്ട് അതനുസരിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ചെറിയ വേദന തന്നെ സബ്സൈഡ് ചെയ്യുന്ന പെയിൻ, അതൊക്കെയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ട കാര്യം ഉടനെ ഇല്ല. പക്ഷേ അസോസിയേറ്റഡ് ബ്ലീഡിങ്, ഫീവറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കുക.
എമർജൻസി ആയിട്ടുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ സർജിക്കൽ മാനേജ്മെൻറ്റ് തന്നെ വേണ്ടി വരും. പ്രത്യേകിച്ച് അപ്പൻഡിസൈറ്റിസ് പോലുള്ള കണ്ടീഷനിൽ അതൊരു എമർജൻസിയാണ്. കീ ഹോൾ പോലുള്ള പ്രൊസീജിയേഴ്സ് പ്രഗ്നൻസിയിലും ചെയ്ത് അതിൻ്റെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. മെഡിക്കൽ മെത്തേഡ്, പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം, അങ്ങനത്തെ പ്രോബ്ലത്തിനാണ് പ്രഗ്നൻസിയിൽ സേഫായിട്ടുള്ള, ഏർലി പ്രഗ്നൻസിയിലും നമുക്ക് സേഫായിട്ട് കഴിക്കാവുന്ന മെഡിക്കേഷൻസ് ഉപയോഗിച്ച് ഈ സിംറ്റംസിൽ നിന്ന് നമുക്ക് റിലീഫ് ലഭിക്കും. അപ്പോൾ ഈ ഏർലി പ്രഗ്നൻസിയിലുള്ള ഈ പ്രോബ്ലത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്ത ഫ്രൈഡേ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.